നമ്മൾ ഇന്നൊരു ട്രാവൽ വ്ളോഗ് എന്ന് പറയാം, അങ്ങനെ ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ കുറേ ആയൊരു ലോങ് ട്രിപ്പ് പോകണമെന്ന് വിചാരിക്കുന്നു, പക്ഷേങ്കിൽ നടക്കുന്നില്ല കേട്ടോ, ചില സാങ്കേതിക കാരണങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനലിൻ്റെ താഴെ വന്ന് ഈ ഒരു വീഡിയോൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ തിരിച്ച് എന്തായാലും സപ്പോർട്ട് ചെയ്യും, ഉറപ്പാണ്, 100% ഉറപ്പാണ് കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഞാൻ എന്തായാലും തിരിച്ച് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഏകദേശം ഒരു 20 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് നമുക്ക് തിരുവനന്തപുരം ടൗണിലേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ നമ്മളിന്ന് സൂവിലേക്കാണ് പോകുന്നത്. അപ്പോൾ വലിയ ട്രാവൽ വ്ളോഗൊന്നും അല്ലെങ്കിലും നമുക്ക് ഇത് ട്രാവൽ വ്ളോഗായി കൂട്ടാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒന്ന് വേറൊരു സ്ഥലം പ്ലാൻ ചെയ്തെങ്കിലും നടന്നില്ല. ഇപ്പോൾ വരെ ബോധം ഉണ്ടായിട്ടില്ലല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് ടിക്കറ്റ് പ്രൈസ് വെറും 40 രൂപയുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിന് കാണാനും പാകത്തിനുള്ള കുറേ സാധനങ്ങളുണ്ട്. ആ 40 രൂപേനെ കാട്ടിയും കൂടുതൽ കാണാനുള്ള സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. കടുവ, കരടി, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും, സിംഹം ഒക്കെ ഉണ്ട് ഇതിനകത്ത്. പക്ഷേ ഞാൻ പറയുന്നത്, ഞാൻ മൈസൂർ സൂലൊക്കെ പോയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഷോർട്സിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ കുറവാണ്. കാരണം മൈസൂർ സൂല് എന്ന് പറഞ്ഞാൽ സീബ്ര, ജിറാഫ്, ഗോറില്ല, അങ്ങനത്തെ എന്തൊക്കെ സാധനങ്ങളുണ്ട്, ആന, അങ്ങനത്തെ എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറവാണ്. എന്നാലും ഇവിടെയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കാണാനുണ്ട്. നമുക്ക് എമ്മു, ഒട്ടകപ്പക്ഷി, മയിൽ, അങ്ങനത്തെ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 രൂപയ്ക്ക് നല്ല വേർത്താണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പൊരിഞ്ഞ ചൂടിലും ഈ ടൗണിൻ്റെ നടുക്ക് ഇത്രയും തണുപ്പ് കിട്ടുന്ന ഒരു സ്ഥലം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പിന്നെ കപ്പിൾസിനൊക്കെ ആണെങ്കിലും വന്നിരുന്ന് വർത്താനം പറയാനൊക്കെ പറ്റും. കപ്പിൾസ് എന്ന് തന്നെ ഉദ്ദേശിക്കുന്നത് ചെറിയ കുട്ടികളൊന്നുമല്ല കേട്ടോ, അല്ലാതെ നമുക്ക് പോയിരുന്ന് വർത്താനം പറയാൻ പറ്റും. ഇപ്പം മോനുള്ളതുകൊണ്ടാണ് ഇപ്പം നമുക്കൊന്നും ഒരു സ്ഥലത്തിരുന്ന് വർത്താനം പറയാൻ പറ്റാത്തത്. നമുക്കിങ്ങനെ നടക്കണമല്ലോ, അവനിങ്ങനെ ഇരിക്കുന്നൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് അതിനൊന്നും പറ്റാത്തത്. അപ്പം അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്കൊക്കെ അതിന് പറ്റുന്ന ഒരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 രൂപയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ സൂവിനകത്ത് ഇഷ്ടപ്പെടാത്തൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാണ്. പക്ഷെ എനിക്ക് ഈ പക്ഷികളെ കാണാൻ ഇഷ്ടമാണ്. അവിടുത്തെ ആ ഒരു സ്മെല്ല് എൻ്റെ മക്കളെ ഒരു രക്ഷയില്ലാട്ടോ. അവിടെ പോയിട്ടുള്ളവർക്കറിയാം, അത്രയും സ്മെല്ലാണ്. പിന്നെ ഇതാന്ന് തോന്നുന്നു അവരുടെ കൂട്ടത്തിൽ അപ്പൂപ്പൻ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, പക്ഷെ ഭയങ്കര സ്മെല്ലാണ്. അത്രേ ഉള്ളൂ പ്രശ്നം, വേറെ ഒന്നുമില്ല. ഇഷ്ടംപോലെ ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ച കാര്യമൊന്നും ഇതിനകത്ത് ഇടാൻ പറ്റില്ല, കാരണം അങ്ങനെയാണ്. നിങ്ങൾ ഊഹിച്ചാൽ മതി കേട്ടോ. ഞാൻ ഇങ്ങനത്തൊക്കെ കാണുമ്പം അങ്ങനെയാണ്, എത്ര കിലോ ഉണ്ട് അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുക. ത്തിരിക്കുന്ന സാധനത്തിന് ഇവിടെ കാണുന്നില്ലല്ലോ. നീർനായി ഉണ്ടായിരുന്നു, നമുക്ക് അപ്പുറത്തെ സൈഡ് പോയി നോക്കാം. അവിടെ ഇവിടെ ഈ ഒരു ആ മേലെ കാണുന്ന കൂട്ടിനകത്ത് അവിടെ കരടി ഉണ്ട് കേട്ടോ. കൂടല്ല, ആ ഒരു സ്ഥലത്ത് കരടി ഉണ്ട്. പക്ഷേ എനിക്കിത് സൂമാക്കി എത്രത്തോളം കിട്ടുന്നല്ല, മേലെ കണ്ടോ അവിടെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിനെ നല്ലപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു സൂവിൽ പോയ വീഡിയോ ഞാൻ ഇതിന് മുന്നേ എപ്പോഴോ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇതൊക്കെ ഇത്രയും ഡബിൾ ഗ്ലാസ് ഒക്കെ ഇട്ട് വെച്ചുകൊണ്ട് തന്നെ അത്രയും കാണുന്നില്ല കേട്ടോ. അതിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ആമ, ചെറിയ കോഴികൾ, പല സൈസ് കോഴികളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊന്നും എടുത്തിട്ട് കാര്യമില്ല, കാരണം അത്രയും ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതാണ് കേട്ടോ. അതായത് നമ്മൾ സിംഹത്തിനെ കാണാൻ പോകുന്ന വഴിയാണിത്. നല്ല അടിപൊളിയാണ്. ഈ മുളയൊക്കെ ആയി, അപ്പുറത്തൊരു തടാകമാണോ തോടാണോ എന്തോ ഒരു സാധനം അവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ ആയി ഈ ഒരു സ്ഥലം നല്ലൊരു രസമാണ്. അവിടെ എത്തുമ്പോൾ ആ മുളേൻ്റെ ഒരു സൗണ്ടും അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഈ ഒരു പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പണ്ട് മുതലേ ഇഷ്ടമാണ്. ഇതെന്താണെന്ന് എനിക്കറിയില്ല, എന്തോ നാഗ എന്തോ സാധനമാണ്. അവിടെ എഴുതി വെച്ചൊക്കെ ഞാൻ വായിച്ചു, പക്ഷേ മറന്നുപോയി. അറിയില്ല, നോക്കാം.
എൻ്റെ അമ്മ 30-55 കിലോ, 30 മുതൽ 55 വരെ. കണ്ടാമൃഗം ഇപ്പൊ ഉണ്ട്, കണ്ടാമൃഗം ഉണ്ട്. മുതലല്ല, ഇപ്പൊ പോട്ടെ. മഴമരം, ഇതാണ് മഴമരം. മഴമരം കണ്ടോ ദൂരെ? അതവിടെ കണ്ടാമൃഗം കാണൂല. എല്ലാം ഉച്ചമുറക്കത്തിലാണ്. നമുക്ക് തിരിച്ചു പോവാം. ഈ വെള്ളത്തിലൊക്കെ ഇഷ്ടംപോലെ ഹിപ്പോകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ഇങ്ങനെ തലപൊക്കും, തല താത്തും, അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. ഇത് തന്നെയായിരുന്നു. പിന്നെ പുറത്ത് വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് അധികം വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ അപ്പുറത്ത് മറ്റേ കണ്ടാമൃഗം ഉണ്ടായിരുന്നു, അതും പുറത്തേക്ക് വന്നില്ല അങ്ങനെ. പിന്നെ അങ്ങ് ദൂരെ നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ആയിരുന്നു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്താ പറഞ്ഞ എന്നോട്? എണീക്കാൻ പറഞ്ഞോ? അപ്പൊ എണീച്ചോ? എനിക്ക് തോന്നിയതാണെന്തോ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഈ മാനാണ് കേട്ടോ ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. പല സൈസ് മാൻ ഉണ്ടായിരുന്നു, കൊമ്പുള്ളത്, കൊമ്പില്ലാത്തത്, പുള്ളിമാന്, അതുപോലെ തന്നെ ആ ഒരു കളറുള്ള മാന്, ഒരു വെള്ള മാന്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതലായിട്ടും തോന്നിയിട്ടുള്ളത് മാനാണ്, പുള്ളിമാനാണ് ഏറ്റവും കൂടുതലായിട്ട് ഉള്ളതായിട്ട് തോന്നിയത്. കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പം ഇനിയും പുള്ളിമാനെ കാണാൻ പറ്റും കേട്ടോ. കുട്ടികളാന്ന് തോന്നുന്നു അവിടെ ഇട്ടിട്ടുള്ളത്. ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്ന സാധനങ്ങൾ, അതായത് കടുവ, ചീറ്റ, സിംഹം, മറ്റേ ചെന്നായ. ഈ ആഫ്രിക്കയിലൊക്കെ ഉള്ളൊരു സാധനം ഉണ്ടല്ലോ, ചെന്നായ അല്ല, അതിന് വേറെന്തോ ഒരു പേര് പറയും. അതുമൊക്കെ ഇവിടെയാണ് കേട്ടോ ഉള്ളത്. പക്ഷെ ആ സാധനത്തിനെ ഞാൻ ഈ പ്രാവശ്യം പോയപ്പോൾ കണ്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒന്ന് ചായ ഒക്കെ കുടിച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാം. പിന്നെ ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയോ കഥ കണ്ണനോട് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇട്ട് 3 വീടൊക്കെ കിട്ടി 600 ലൈവില് 2000 ആളുണ്ടെങ്കിൽ 1000 വ്യൂസ് ഉണ്ടെങ്കിൽ $2 കിട്ടുന്നു. 80 60 അല്ല 600 റുപ്യ, അങ്ങനെ 160 റുപ്യ. 160 ഉണ്ടല്ലോ, $2 റുപ്യ. ഇപ്പോൾ ഇട്ട് 3 വീടൊക്കെ കിട്ടി 600 ലൈവില് 2000 ആളുണ്ടെങ്കിൽ 1000 വ്യൂസ് ഉണ്ടെങ്കിൽ $2 കിട്ടുന്നു. 80 60 അല്ല 600 റുപ്യ, അങ്ങനെ 160 റുപ്യ.
ചെറുതുണ്ടല്ലോ $2 ഇത്ര. ഞാനിപ്പോൾ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഞാൻ എന്താണ് പറഞ്ഞതെന്ന് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ചാനലിനെ പറ്റി തന്നെ പറഞ്ഞു, അതുകൊണ്ട് കിടന്നോട്ടെ എന്ന് വിചാരിച്ചു, കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ബാക്കി മൃഗങ്ങളെയൊക്കെ കണ്ട സമയത്ത് ഇട്ടതൊക്കെ ഞാൻ ശരിക്കും ഞങ്ങളെ സൗണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പോലീസ് വന്ന് ഞങ്ങളെ പൊക്കിക്കൊണ്ട് പോകും. എക്സൈസുകാർ എന്താ എക്സൈസുകാർ തന്നെയല്ലേ, അവർ വന്ന് പിടിച്ചോണ്ട് പോകും കേട്ടോ. അങ്ങനത്തെ വർത്താനാണ് പറഞ്ഞിട്ടുണ്ടാകുന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ ഈ കടുവ പുള്ളിപ്പുലിയാണ് ഇതെന്താ ഈ സാധനം, കടുവ എന്ന് ഞാൻ തോന്നുന്നു കേട്ടോ. ഇതവിടെ കിടന്ന് കണ്ടപ്പോഴാണ് എനിക്കൊരു ഡൗട്ട്, ഇത് എങ്ങനെയാണ് ആ കമ്പീൻ്റെ മേലെ നിന്ന് ഇറങ്ങി വരിക. ഞാൻ കുറേ ചിന്തിച്ചു, ഇറങ്ങുന്ന കാണാൻ വേണ്ടി കുറച്ച് നേരം നോക്കി നിന്നു, പക്ഷെ അത് ഇറങ്ങിയില്ല കേട്ടോ. 2 കമ്പി നല്ല ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെ ഇറങ്ങുമെന്ന് ചിന്തിച്ചപ്പോൾ കണ്ണം പറഞ്ഞു അത് ഒറ്റ ചാട്ടത്തിന് ഇറങ്ങുന്നു. പക്ഷെ എന്നാലും അവിടെ നിന്ന് എണീക്കാതെ അവരെങ്ങനെ ഇറങ്ങും? എണ്ണ നോക്കുന്നുണ്ടോ? ബൗ പോകുന്നോ? ബൗ പോകുന്നു, നല്ല കണ്ണടച്ച് ആരാടോ ഒച്ച വെക്കുന്നത്? നാക്കുണ്ടാവില്ല, നാക്ക് നോക്ക്. പോടാ അച്ഛ കണ്ടിട്ടില്ല. ഓ കണ്ട് എന്തോ ഒരു കളർ വ്യത്യാസം ഉണ്ട് കണ്ണ. എന്തായി കൂടിയായാലും ജീവൻ പോവും. കാണുന്നില്ലേ ഗ്ലാസ് ഇതായിട്ട്. ഇപ്പൊ കൊറേ ഉണ്ട്, 1 2 3 ഉണ്ട്. കാരണം ഇവിടെ മുതലില്ലേ? മുതല ഉണ്ടോ നോക്കാം ആദ്യം. ഇതെവിടെ അതിന്റെ വാല് കണ്ടോ? ഈ പ്രാവശ്യമായിട്ട് എനിക്കിങ്ങനെ മയിൽ പീലി വിരിച്ചാടുന്നതും അതുപോലെ തന്നെ പീലി ഇങ്ങനെ താത്തിയിടുന്നതും ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ മയിൽ അവിടെ പീലി വിരിച്ചിടുന്നതുകൊണ്ട് ഞാൻ ഓടിയതാണ്, ഒട്ടകപ്പക്ഷീനെ പോലും നോക്കാതെ. എന്തായാലും എനിക്ക് കാണാൻ പറ്റിയിട്ട്
അങ്ങനെ നമ്മൾ പീലി വിരിച്ചാടുന്ന മയിലിനെയും ഒട്ടകപ്പക്ഷീനെയും അതായത് നമ്മൾ ഓസ്ട്രിച്ച് അതിനെയൊക്കെ കണ്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു പാമ്പുകളുടെ സ്ഥലത്തേക്കാണ് കേട്ടോ, ഉരകങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് നമുക്ക് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഫോണൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു തൊര എടുക്കണമല്ലോ, അങ്ങനെ ഞാൻ എടുത്താണ്. ഇനിയിപ്പോൾ ഇത് കണ്ട് എന്തെങ്കിലും പ്രശ്നമാവുമെന്ന് എനിക്കറിയില്ല, എന്തായാലും ഇരിക്കട്ടെ എന്ന് വെച്ചാൽ അതിനകത്ത് അത്ര വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആനക്കൊണ്ടൻ്റെ അടുത്ത് മാത്രം സെക്യൂരിറ്റികൾ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എന്തിനാന്ന് എനിക്കറിയില്ല. പിന്നെ ഈ ഒരു സാധനത്തിന് എനിക്ക് ഭയങ്കര പാവം തോന്നി. ഞാൻ ആദ്യം വിചാരിച്ചു കാണാൻ വേണ്ടി കൂട്ടിലിട്ട് വെച്ചാന്ന്. എൻ്റെ മണ്ടത്തരം എന്നല്ലാതെ വേറെന്ത് പറയാൻ, അവിടെ പാമ്പിൻ്റെ കൂട്ടിലിട്ടിട്ടുള്ളതെന്ന് ചിന്തിക്കാനുള്ള ആ ഒരു ബുദ്ധി പോലും അപ്പം എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ കണ്ണനാണ് പറഞ്ഞത് അവിടെ പാമ്പുണ്ടെന്ന്, അപ്പോഴാണ് എനിക്ക് ഓർമ്മ കേട്ടോ വന്നത് കേട്ടോ. പിന്നെ അതിനെന്താ പറയുക, ഗിനിപ്പന്നി എന്നാണോ പറയാൻ അറിയില്ല കേട്ടോ, അറിയുന്നവരൊന്ന് പറഞ്ഞതാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും ഇതായിരുന്നു അവസ്ഥ. കാരണം അവിടെ കുറച്ച് നേരം ഫാനിൻ്റെ ചുവട്ടിൽ നിന്നിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ടോർച്ച് പോലെ ഉള്ളതുകൊണ്ടായിരിക്കും കേട്ടോ ഇവിടെ കാട്ടുകറേനെ തന്നെ ഒരു ചീത്ത പറയാനുണ്ടോ. അവിടെ നിൽക്കാം. ഇത് പിന്നെ രാജാ രവിവർമ്മ ആർട്ട് ഗാലറി. പിന്നെ അവിടെ നടന്ന് കാണാൻ പറ്റാത്തവർക്ക് ഈ ഒരു വണ്ടിയിലും പോകട്ടോ, അതിനത്ര ഫീസൊന്നും എനിക്കറിയില്ല. എന്തായാലും അതൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ അവിടെ കളിക്കാൻ ഒരു ചെറിയൊരു പാർക്ക് ഉള്ളതുകൊണ്ട് തന്നെ അച്ചൂടിനെ അവിടെ വരെ ഒന്ന് കൊണ്ടുപോകാൻ നേരിച്ച് അവിടെ ഒന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മ്യൂസിയത്തിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു. പ്രാവ് കാണാനൊന്നും ഒരു പേടിയില്ലല്ലേ. അച്ചൂടിന് അവിടെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വെറുതെ ഒന്ന് മരത്തിൻ്റെ മേലേക്ക് നോക്കിയപ്പോഴാണ് കേട്ടോ ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിതിനെ ഇങ്ങനെ കണ്ട ഒരു ഓർമ്മ എനിക്കില്ല. അപ്പോൾ എന്തായാലും ഇതും കൂടെ കാണാൻ പറ്റത്തില്ല, ഞാൻ ഹാപ്പിയാണ്. കാരണം ഇത്രയും ഇതിൽ ഞാൻ വവ്വാലിനെ കണ്ടിട്ടില്ല. പിന്നെ സൂം ചെയ്ത് നോക്കിയപ്പം അത്രയും അടിപൊളിയായിട്ട് കാണുന്നുണ്ടായിരുന്നു. നല്ല ഹൈറ്റുള്ള മരത്തിലായിരുന്നു കേട്ടോ, അത്യാവശ്യം ഹൈറ്റുള്ള മരത്തിലായിരുന്നു. പിന്നെ എൻ്റെ ഫോണിൽ ഇത്രയെങ്കിലും ക്ലിയർ ഉണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. നെക്സ്റ്റ് ടൈം പോകുമ്പോൾ അവിടെ എന്തായാലും പോവാം. അപ്പോൾ ഇവിടെ ഈ കൊത്തുപണി പോലെ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വർക്കൊക്കെ കണ്ട് എന്ത് ഭംഗിയല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ എന്തായാലും ടാറ്റ ബൈ സീ യു. വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ലപോലത്തെ വീഡിയോകളൊക്കെ ഇടാം. അപ്പോൾ ടാറ്റ ബൈ സീ യു.